ഈ അഴിമതി നിരോധന നിയമത്തിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിനകത്ത് കൊടുത്തിരിക്കുന്ന ഷെഡ്യൂളിനകത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നിരിക്കണം. ആ കുറ്റകൃത്യം നടന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ പണം അത് കള്ളപ്പണമാണ്. ആ പണം മാർക്കറ്റിലേക്ക് ഇറക്കി അത് വെളുപ്പിക്കാൻ ശ്രമിച്ചു. അന്നേരമാണ് ഈ പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് പറയുന്നത് ആദ്യം നടക്കുന്നത്. ആ ഷെഡ്യൂൾഡ് ഒഫൻസാണ്. അത് കഴിഞ്ഞ് ആ പണം അത് ശരിയായ മാർഗത്തിലൂടെ കിട്ടിയതാണെന്നുള്ള രീതിയിൽ അത് മാർക്കറ്റിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ PMLA ഈ മണി ലോണ്ടറിങ് ആക്ട് ൻ്റെ വകുപ്പ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരു കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് PMLAയുടെ കീഴിലുള്ള നിയമ നടപടിക്ക് സാധുതയില്ല എന്നുള്ളതായിരുന്നു നിയമപരമായിട്ടുള്ള വാദം. ആ വാദത്തിൽ ഇന്ന് ഹൈക്കോടതി അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചത്, ഈ അന്വേഷണം നടക്കുന്ന വേളയിൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് കണ്ടെത്തുന്നു, പെട്ടെന്ന് തടയേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ PMLAയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ മേലെ അതിൽ അറ്റാച്ച്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുന്നത് ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചു. പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വേണ്ടി വന്ന വക്കീൽ വാദിച്ചത് ECIR എന്ന് പറയും, അതായത് ഡയറിയിൽ കുറിച്ച് വെക്കുന്ന ചില കാര്യങ്ങൾ അത് FIRന് തുല്യമല്ല, ഒരു കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നത് പോലെ അല്ല. ആ നിയമത്തിൻ്റെ ആ സംവിധാനം പൂർണ്ണമായിട്ട് പ്രാവർത്തികമാകുന്നില്ല. അതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് അത് വേറൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് പോയിട്ടില്ല. ഇത് ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ചില കാര്യങ്ങൾ കുറിച്ച് വെക്കുന്ന ഈ ECIR എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു രേഖയാണെന്നും അതൊരു FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു ക്രിമിനൽ കേസിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ അതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുമാണ് ഇഡിയുടെ വാദം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെയുള്ള നിയമപ്രശ്നങ്ങൾ ഉയരുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്, സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലെ കേസ് വാദം കേട്ടതിന് ശേഷം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിച്ചിട്ട് ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിൽ ഈ പറയുന്ന ഷെഡ്യൂൾഡ് ഒഫൻസ് ഉൾപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു ചോദ്യം ഉയരുന്നു പോലുമില്ല. കാരണം ഇപ്പോൾ ഈ സമൻസ് ഇഷ്യൂ ചെയ്ത സമയത്ത് ഓൾറെഡി ഇങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നേരവും ഈ CMRL വാദിക്കുന്നത് അത് പക്ഷേ നിങ്ങൾ അതിന് ശേഷമാണ്, കോടതിയിൽ വാദം പോലും നടന്നു കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ FIR രജിസ്റ്റർ ചെയ്യുന്നത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു നിയമം അട്രാക്ട് ചെയ്യുന്ന പോലും ഇല്ല എന്നുള്ളതായിരുന്നു വാദം. ഈ രണ്ട് വാദത്തിന് നിയമപരമായിട്ടുള്ളൊരു ഉത്തരം ഹൈക്കോടതി ഇപ്പോൾ രേഖപ്പെടുത്തി വെള്ളിയാഴ്ച ആയിരിക്കും അതിന് ഉത്തരവ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ വ്യാഖ്യാനിച്ചാലും നിയമത്തിന് അർത്ഥം വരുന്ന രീതിയിൽ, ന്യായം നടപ്പാകുന്ന രീതിയിലുള്ളൊരു ഉത്തരവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മളതിനെപ്പറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല, വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാം. തൽക്കാലത്തേക്ക് വെള്ളിയാഴ്ച ആ വിധി വരുന്നിട വരെ ഇപ്പോൾ പെട്ടെന്ന് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തതെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്.